നമസ്തേ, സ്വാഗതം ബി2 ഓർഗാനിക്സിന്റെ 106ാമത് എപ്പിസോഡിലേക്ക്. കേപ്പൽ ആപ്പിൾ എന്ന് അറിയപ്പെടുന്ന ഈ പഴം അല്ലെങ്കിൽ ഈ മരം നമ്മുടെ പരമ്പരാഗത രാജവാഴ്ച ഉണ്ടായിരുന്ന ഇന്തോനേഷ്യയിലെ യോഗിഘാട്ട പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇന്ത്യയിലെത്തിയ സുഗന്ധ റാണിയാണ്. പണ്ട് രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ സാധാരണക്കാർക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു കേട്ടോ ഇതിൻ്റെ സ്ഥാനം. അതായത് സാധാരണക്കാർക്കൊന്നും ഇത് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിക്കുന്നത് പോയിട്ട് അതിൻ്റെ വിത്തുകൾ കടത്തുന്നത് വരെ എന്താ പറയുക വലിയൊരു കുറ്റമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇല, പൂവ് അങ്ങനെയുള്ള പഴങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാവുന്ന വിസർജ്യമായിട്ടുള്ള വിയർപ്പിന് വളരെ നല്ല സുഗന്ധമാണ്. അതുകൊണ്ട് തന്നെ രാജ്ഞിമാരുടെയും അതേപോലെ രാജവംശത്തിലുള്ള ആൾക്കാരുടെയൊക്കെ പ്രധാന ഒരു ഇഷ്ടപ്പെട്ട ഒരു പഴമായിരുന്നു ഇത് കേട്ടോ. പുറന്തോലി അല്പം മഞ്ഞ നിറമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഴങ്ങൾ ശേഖരിച്ച് നമുക്ക് നേരിട്ട് കഴിക്കാം. വിത്ത് പാകിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ചിലവരൊക്കെ കൊമ്പ് കോതിയിട്ട് എയർ ലെയറിങ് അങ്ങനെ പല ഭാഗത്തു നിന്നും ഉപയോഗിക്കുന്നുണ്ട്. പല പഴങ്ങളുടെയും സമ്മിശ്രമായിട്ടുള്ള ഒരു രുചിയാണ്. മാമ്പഴത്തിൻ്റെ ഉണ്ട്, ദുരിയാൻ, ചക്ക, കൈതച്ചക്ക, അതിൻ്റെയൊക്കെ സമാന രുചിയാണ്. അതിൻ്റെ ഇലയും പൂവും കായൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മുടെ വിയർപ്പിന് ആ സുഗന്ധം വരുന്നുണ്ട്. ഇതിൻ്റെ ചുമന്ന നിറമുള്ള ഒരു ചെമ്പ് നിറമുള്ള ഇലകൾ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. മൂത്രത്തിൻ്റെ ദുർഗന്ധം മാറ്റാനായിട്ട്, ശരീരത്തിൻ്റെ ദുർഗന്ധം മാറ്റാനായിട്ട്, വായ്നാറ്റം മാറ്റാനായിട്ട്, പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട്, വൃക്കരോഗങ്ങൾക്ക്, ഏറെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ലുകൾ രൂപം കൊള്ളുന്നതും മൂത്രവിസർജനം ത്വരിതപ്പെടുത്താനും കേട്ടോ. ശ്വാസകോശങ്ങളുടെ രോഗങ്ങൾക്ക് ഒരു നല്ല പ്രതിരോധമാണ്. അർബുദത്തിനുള്ള സാധ്യതയെ പ്രതിരോധിക്കുന്നുണ്ട്. സന്ധിവേദനയ്ക്ക് പരിഹാരമാണ്. ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാൻസറിന് മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ചർമ്മത്തിന് ദൃഢതയും ഇലാസ്തികതയൊക്കെ തരുന്നതാണ് കൊളാജൻ എന്ന പ്രോട്ടീന്. അതിൻ്റെ ഉൽപ്പാദനം ഇത് ത്വരിതപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ മറക്കരുത് കേട്ടോ.